ഹായ്. ഹലോ ഗോഗോ. മറ്റുള്ള ജോൺറാസിനും ക്രൈം ജോൺറയിൽ അത് ഡിഫറെന്റ് ആയിട്ട് നിൽക്കണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇല്ല. അതായത് മറ്റുള്ള ജോൺറാസ് വെച്ച് നോക്കുമ്പോൾ ക്രൈം ജോൺറാസിൽ വെള്ളം ചെറുക്കൽ കുറവാണ്. മനസ്സിലായ? അതായത് ഇപ്പൊ വേറെ ഏത് ജോൺറാസ് എടുത്താലും ശരി, ഇപ്പൊ കോമഡി ആണെങ്കിലും ശരി, ഫാന്റസി ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നമ്മുടെ റിയാലിറ്റിന്ന് കുറച്ച് വിട്ട് നിന്നാലുണ്ടല്ലോ നമുക്കത് സ്റ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രൈം മൂവീസ് ഇല്ലേ, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ക്ലോസ് ടു റിയാലിറ്റി ആയിരിക്കും. പരമാവധി ഒരു ക്ലോസ് ടു റിയാലിറ്റി ആയിട്ട്, അതായത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ആ കഥയിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ നമ്മൾ തൊട്ട് തെരുവിൽ നടക്കുന്ന കഥ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അത്രയും ക്ലോസ് ടു റിയാലിറ്റി ആയിട്ട് സിനിമകൾ ചെയ്യുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് എനിക്ക് ക്രൈം ജോൺറസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട 6 ക്രൈം ത്രില്ലർ തമിഴ് സിനിമയെ കുറിച്ചാണ്. സോ വെൽക്കം ടു ആയ. ഞങ്ങളിത് 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സീരിയൽ കില്ലേഴ്സിനെ ബേസ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറീസ്, ക്രൈം മൂവീസ്. ആദ്യത്തെ സിനിമ നീ പറഞ്ഞു പോകും. ആദ്യത്തെ സിനിമ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പേരുണ്ട്. ഏതാണെന്നറിയില്ലേ? എനിക്കറിയാം. അത് രാംകുമാറിന്റെ 2018 ഇറങ്ങിയ രാക്ഷസൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇത് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മ ഈ ഇതെന്ന് സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ തന്നെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് അതുവരെ സീരിയൽ കില്ലർ ആണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ അതൊരു പേഴ്സണൽ റിവെഞ്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇതായിരുന്നു. ഒരു സൈഡ് നോട്ട് എടുക്കണം, ഇന്ത്യൻ മൂവീസ് എന്ന് പറയാം. ഇന്ത്യൻ മൂവീസിലാണ് മെയിനായിട്ട് സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് നടന്നു പോയിട്ട് അവസാനം ആകുമ്പോൾ അത് സീരിയൽ കില്ലർ അല്ല, അവരുടെ പേഴ്സണൽ റിവെഞ്ചിന് വേണ്ടിയതാ. ഇതിപ്പോ സിമ്പിൾ ആയിട്ട് പറയുന്ന വെച്ചാല് ഒരു സിനിമ പ്രാന്തനായിട്ടുള്ള, അതും ഈ ക്രൈമും സീരിയൽ കില്ലറിംഗ് ആയിട്ടുള്ള സിനിമകൾ മാത്രം കണ്ടുവന്ന ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാള് ഒരു പോലീസുകാരനായാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അതാണ് ഈ സിനിമന്റെ മെയിൻ പ്ലോട്ട്. ഇത് ഈ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്ണു വിശാലിലെ വിഷ്ണു വിശാൽ അഭിനയിക്കുന്ന അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. പുള്ളി സിനിമ പ്രാന്തൊക്കെ നടന്നത്, പക്ഷെ പുള്ളിക്ക് പ്രത്യേക സാഹചര്യത്താൽ പുള്ളി പോലീസുകാരനായി മാറി. പോലീസുകാരനായിട്ട് അവിടെ വരുന്ന കേസാണ് വെച്ചാൽ പ്രത്യേക ടൈപ്പിലുള്ള ഒരു ക്രൈമാണ് നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇന്ന കാറ്റഗറിയിലുള്ള പെൺകൊച്ചുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് 15 വയസ്സിന് താഴെയുള്ള പെൺകൊച്ചുങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു ക്രൈം ത്രില്ലറാണിത്. ഇതിൻ്റെ അകത്ത് ഈ പുള്ളി അന്വേഷിക്കുന്ന രീതിയുണ്ട്. കാരണം ഒരു സിനിമ ഭ്രാന്തനായ, അതും ഇങ്ങനത്തെ സിനിമ ഭ്രാന്തനാകുമ്പോ പുള്ളിക്ക് അറിയാന്ന് വെച്ചാൽ കുറെ ക്രൈം സ്റ്റോറികൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ട് പുള്ളി തെളിയിക്കുന്നതുമായിട്ടുള്ള ഒരു കേസാണ് ഇത്. ഒരു എന്താ പറയാ, എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുന്നിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. തിയേറ്ററിൽ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് നമുക്ക് ഇതിന് മുമ്പ് കുറെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിലാണ് സീരിയൽ കില്ലർ ആയിട്ടുള്ളത്. സോറോക്ക് ഏത് സിനിമ തുടങ്ങിയത്? എന്റെ സിനിമ എന്ന് പറഞ്ഞാല് 2006 ഇറങ്ങിയ നമ്മുടെ ജീവിയും സംവിധാനം ചെയ്ത ഉലകനായകൻ ഇപ്പൊ പറയാൻ പറ്റില്ല, നായകൻ കമലഹാസൻ അഭിനയിച്ച വേട്ടയാട് വിളയാടുന്ന സിനിമയാണ്. ഒരു സിനിമയായിരുന്നു. സീരിയൽ കില്ലിങ് എന്താണെന്ന് അല്ലെങ്കിൽ സീരിയൽ കില്ലേഴ്സ് ആരാണെന്ന് പോലും അറിയാത്ത സമയത്താണ് ഞാനത് കണ്ടത്. ആ പ്രായത്തിലാണ് ഞാൻ ആ സിനിമ കാണുന്നത്. അപ്പോഴും എൻജോയ് ചെയ്ത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് എൻജോയ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് സീരിയൽ കില്ലർ എടുത്താലും അവർക്കൊരു പ്രത്യേക മോട്ടീവ് ഉണ്ടാവും. ഒരു 90% ആൾക്കാർക്ക് ഒരു മോട്ടീവ് ഉണ്ടാവും. അവർക്ക് ചെയ്യേണ്ട ഒരു ഇത് പേഴ്സണൽ റിവെഞ്ചും ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു മോട്ടീവ് ഉണ്ടാവും. ആ മോട്ടീവ് കൃത്യമായിട്ട് കാണിച്ചിട്ട് ഒരു എന്താ പറയാ, ഒരു ചെയിൻ പോലെ ആൾക്കാരെ കൊല്ലുക, അതും പല പല റീജിയനിൽ കൊല്ലുക, അത് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. അതായിട്ടാണ് കമലഹാസൻ വരുന്നത്. 2 ഡിവോഴ്സാണ് കൊല്ലുന്നത്, 2 ആൾക്കാരാണ്. അവർ രണ്ടുപേരും കൂടി സ്ത്രീകളെ സെലക്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പൊ രാക്ഷസനിൽ പറഞ്ഞ പോലെ ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ കൊല്ലുന്നത് മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള പോലീസുകാരെ കളിപ്പിക്കുക എന്നുള്ള ഒരു മൂടാണ് അതുപോലെ. അതായത് പോലീസുകാരെ കളിപ്പിക്കുക എന്ന് പറയുന്ന വെച്ചാല്, ഇപ്പൊ ഒരു സ്ത്രീനെ കൊന്നു കഴിഞ്ഞാൽ അവളുടെ വിരൽ എടുത്തിട്ട് മുറിച്ച് അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെ ടോർച്ചർ ചെയ്തൊരു സൈക്കോ രീതിയിലുള്ള ഇതാണ് അവർ കാണിക്കുന്നത്. ത്രൂ ഔട്ട് പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമലഹാസൻ ഓഫ് കോഴ്സ് പറയണം, പക്ഷെ അതിനേക്കാളും എനിക്ക് ഒരുപാട് മുമ്പിലായിട്ട് തോന്നിയത് ഡാനിയൽ ബാലാജിയുടെ റോളാണ്. വില്ലനായിട്ട് അഭിനയിച്ചു അടിപൊളി. ആ മുദ്ദവനാണ് തോന്നുന്നു ക്യാരക്ടറിന്റെ, ഡോക്ടറാണ്. ആ പുള്ളിയാണ് ഇതില് മെയിൻ വില്ലനായിട്ട് വരുന്നത്. അവർ രണ്ടുപേരും നന്നായിട്ട് മറ്റേ ക്യാരക്ടർ പുള്ളിയുടെ എനിക്ക് പേരാണ് സലീം എന്നാണ് പേര്, ഞാൻ ഓർക്കുന്നില്ല. അവർ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് ഇതിന്റെ പ്രത്യേകത തോന്നിയതുണ്ട്, ആ സമയത്ത് ഹോമോസെക്ഷുവാലിറ്റി അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു സാധനം തൊട്ടും തലോടി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്.
ആ സമയത്ത് ഇങ്ങനെ ഒരു തോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷെ അത് കൊണ്ടുവന്ന് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ജ്യോതികക്ക് വലിയ റോളില്ല പടത്തിൽ, സ്റ്റിൽ നല്ല ഒരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻലി സംഭവം ഇത് സീരിയൽ കില്ലിങ്ങിന്റെ ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നല്ല എൻഗേജിങ് ആയിട്ടാണ് ഓരോ സ്റ്റെപ്പായിട്ട് പോകുന്നതും. അതും ക്രൈംസ് ഒന്നും ഇങ്ങനെ എന്താ പറയാ കാണിക്കാൻ വേണ്ടി കാണിക്കാനല്ലാതെ നാച്ചുറൽ ആയിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ഡോക്യുമെന്ററി ഫീൽ ആയിരിക്കും. കമൽഹാസന്റെ ഒരു ഡോക്യുമെന്ററി എങ്ങനെ ഉണ്ടാവും, ഒരു പോലീസ് ഓഫീസർ കേസ് അന്വേഷിക്കുന്ന ഒരു ഡോക്യുമെന്ററി എടുത്ത് അതേപോലെ ആയിരിക്കും ചെയ്തു വെച്ചേക്കുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഗ്യാങ്സ്റ്റർ ക്രൈം ത്രില്ലേഴ്സ് ആണ്. അപ്പോ ഗോകു പതിവ് പോലെ ആദ്യത്തെ നിന്റെ ഫേവറേറ്റ് ഗ്യാങ്സ്റ്റർ ക്രൈം ത്രില്ലർ പറഞ്ഞ. ഗ്യാങ്സ്റ്റർ ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന സിനിമയാണ് ജിഗർദാട്ട. അത് കാർത്തിക് സുബ്രാജിന്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. 2014 ഇറങ്ങിയത് എന്ന് വെച്ചാൽ ഇപ്പൊ പുതിയത് അറിയേണ്ടത് അതും സെയിം തന്നെയാണ്, അതും അടിപൊളി തന്നെയാണ്. പക്ഷെ പറയുമ്പോ കാർത്തിക് സുബ്രാജിന്റെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 1ാം സ്ഥാനത്ത് വെച്ചേക്കുന്ന ഒരു സിനിമയാണ് ഇത് ജിഗർദാട്ട. കാരണം ഒരു രക്ഷയില്ലാത്തൊരു സിനിമയാണ്. അതും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു സിനിമ സിദ്ധാർത്ഥ് ഒരു സിനിമ പിടിക്കാനായിട്ട് നടക്കുന്ന ഒരു അപ്പൊ പുള്ളിക്ക് ഗ്യാങ്സ്റ്റർ സിനിമ പിടിക്കണം. അപ്പൊ അതിനുവേണ്ടി ഒരു റിയൽ ഗ്യാങ്സ്റ്ററിന്റെ ജീവചരിത്രം എടുത്തിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് പുള്ളി മനസ്സിലാക്കി. അങ്ങനെ തുടങ്ങുന്ന ഒരു കഥയാണിത്. അത്രേ ഉള്ളൂ സ്റ്റോറി, അത്രേ ഉള്ളൂ ഒരു ഗ്യാങ്സ്റ്റർ ചെയ്യാം. പക്ഷെ അത് മാറുന്ന ടേൺസ് ആൻഡ് ഇതുണ്ട്. ഇതില് ബോബി അഭിനയിച്ച ആ ക്യാരക്ടർ അസോൾട്ട് സേതു എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയ്യോ എന്ത് രസമാണ്, അടിപൊളിയായിട്ടാണ്. എന്ത് ആ ക്യാരക്ടറിനെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലോ. അത് നമുക്ക് എത്ര സിനിമകൾ ഇനി വന്നാലല്ലോ അസാൾട്ട് സേതു എന്ന് പറഞ്ഞ ക്യാരക്ടർ തട്ടി താന്നിരിക്കും. പുള്ളിക്ക് അതിന് നാഷണൽ അവാർഡ് കിട്ടി. പിന്നെ പുള്ളി ആ ക്യാരക്ടർ വേറെ ആരും അഭിനയിച്ചാൽ നമുക്ക് ഇനി മനസ്സിലത് കയറിയില്ല. അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളിയെ ലാസ്റ്റ് ആവുമ്പോ ഒരു കരയണ സീനൊക്കെ വരുമല്ലോ, അതൊക്കെ ഒരു രസമാണ്. അത്രയും നമ്മളെ മനസ്സിൽ വലിയൊരു ഗ്യാങ്സ്റ്റർ ആയിട്ട് പൊക്കത്ത് വെച്ച ആൾ അവസാനം ആവുമ്പോ പുള്ളിയുടെ ഒരു അഭിനയം അത് ഒരു രക്ഷയില്ലാന്നാണ്. സൈഡ് നോട്ട് പറയാം, പുള്ളി ആദ്യമായിട്ട് അവസാനമായിട്ട് അഭിനയിച്ചൊരു പടം. അത് കഴിഞ്ഞ് പുള്ളിയുടെ പൊടി പോലും ഉണ്ടായില്ല, ഇറക്കിയ പടങ്ങളെല്ലാം ഫ്ലോപ്പായിരുന്നു. പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ ഗ്യാങ്സ്റ്റർ ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റോറി എടുക്കാൻ വേണ്ടി, അതും സിനിമക്കുള്ളിലെ സിനിമ എന്ന് പറയാൻ പറ്റും അല്ലേ, സിനിമക്കുള്ളിലെ ഒരു സിനിമയാണ് ഇത് സംഭവം. അപ്പൊ ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റോറി എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അതും സിദ്ധാർത്ഥ എന്ത് രസമായിട്ട് അഭിനയിച്ചിരിക്കുന്ന അതും ആദ്യം ഇച്ചിരി പേടി ഇതൊക്കെ, പിന്നെ അവസാനം പുള്ളിയെ പേടി മാറ്റിയിട്ട് അതൊരു ധൈര്യമാക്കി എടുത്തിട്ട് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഒരു തിയേറ്റർ സീനൊക്കെ ഉണ്ട്, അതൊക്കെ കാണേണ്ടത്. ഞാൻ ഇപ്പൊ അധികം പറയാം, പിന്നെ സ്പോയിലർ ആയി പോകും. സോറോയുടെ സിനിമ ഏതാണ്? എന്റെ സിനിമ എന്ന് പറയുന്നത് 2010 ഇറങ്ങിയത്. ആ ഡയറക്ടറുണ്ട് ആകെ 2 പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. 2010 2019 9 വർഷത്തെ ഗ്യാപ്പിൽ 2 പടങ്ങൾ ചെയ്തു. 2ഉം കൾട്ട് ക്ലാസിക് സിനിമകളാണ്. അതിൽ ആദ്യത്തെ പടമാണ് ഞാൻ പറയാൻ പോണം, ആരണ്യകാന്ഡം എന്ന് പറഞ്ഞ ത്യാഗരാജ കുമാരരാജ എന്ന് പറഞ്ഞ ആളുടെ ഡയറക്ടറുടെ ആരണ്യകാന്ഡം എന്ന് പറഞ്ഞ പടമാണ് പറയാൻ പോണം. നമ്മുടെ ഇന്ത്യൻ സിനിമയിലുണ്ടല്ല നിയോ നോയർ എന്ന് പറഞ്ഞ ഒരു ജോണർ ഉണ്ട്. അതായത് ഗ്യാങ്സ്റ്റർ വേൾഡ് അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള വേൾഡില് ക്രൈം മാത്രം നടക്കുന്ന ഒരു വേൾഡ്, അതിലെ ബേസ് ചെയ്ത് കഥകൾ വരല് കുറവാണ്. ഉണ്ട്, ഇപ്പൊ ബോംബെ ആണെങ്കിലും നമ്മുടെ സത്യ ആണെങ്കിലും നമ്മുടെ ഇയാളുടെ RGVയുടെ സത്യാണെങ്കിൽ അങ്ങനെ സിനിമകൾ മാത്രമേ ഉള്ളൂ. തമിഴിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നിയോ നോയറിൽ. അതും പൊളിച്ച് ഇത് വെച്ചാണ്, ഫുൾ ഗ്യാങ്സ്റ്റേഴ്സിന്റെ കഥയാണ്. അതും മെയിൻ ലീഡാണെന്ന് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോ തമിഴ് തെലുങ്കിലൊക്കെ ഓടി നടത്തി ഇടികൊള്ളുന്ന വില്ലനുണ്ട്, സമ്പത്ത് എന്ന് പറയുന്നത്. പുള്ളിയാണ് നായകൻ. പുള്ളി നായകൻ പശുപതി എന്ന് പറയുന്ന ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി നായകനായിട്ട് പുള്ളി ഒരു എന്താ പറയാ മീഡിയേറ്ററെ പോലെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയുടെ റോളാണ് മീഡിയേറ്റർ ആയിട്ടാണ്. ജാക്കി ഷെറഫാണ് മെയിൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അയാളുടെ അടിയാളായിട്ടാണ് പശുപതി അഭിനയിക്കുന്നത്, സമ്പത്ത് അഭിനയിക്കുന്നത്. പശുപതി നല്ല ക്യാരക്ടറിന്റെ പേര്. പുള്ളി എന്നിട്ട് ഇതിന് വേറൊരു ഗ്യാങ് കൂടി ഉണ്ട്, ഗജ എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. അവരെയും ഈ ജാക്കി ഷെറഫിന്റെ ഗ്യാങ്ങിന്റെ ഇടയിൽ പെട്ടുപോണതാണ് ഇതിന്റെ കഥ. ഓരോ ക്യാരക്ടേഴ്സ് ഒരു വിയേഡ് എന്ന് പറഞ്ഞില്ല, ടോട്ടൽ വിയേഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. നമ്മുടെ സൂപ്പർ ഡീലക്സിലൊക്കെ വരും. അതാണ് പുള്ളിയുടെ മറ്റേ 2ാമത്തെ പടം. അതിൽ വരുന്ന പോലെ ഒരു വിയേഡ് ക്യാരക്ടേഴ്സ് ആണ്. വേറെ ഇതിലെ ഏറ്റവും ഫേവറേറ്റ് 2 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒരെണ്ണം സുബ്ബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, ഒരു പെണ്ണാണ്. അത് നമ്മുടെ ജാക്കി ഷെറഫിന്റെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നതാണ്. 2ാമത്തെ കുടുക്കാപ്പുളി എന്ന് പറയുക ഒരു ചെറിയ കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. ഒരു 2 പേരെ ക്യാരക്ടർ എഴുതിയേക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്ത് വെച്ചേക്കുന്നത് അടിപൊളിയായിട്ടാണ്. നല്ല അടിപൊളി ആർക്കാണ് 2 പേർക്കും കൊടുത്തേക്കുന്നത്. അതിൽ ആ സുബ്ബു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആണ് മെയിൻ ആർക്ക്. ഇത്
എനിക്ക് തോന്നുന്നു ഇതിന്റെ മെയിൻ ലീഡ് എന്ന് പറഞ്ഞ സുബു എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവള്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് പടം ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാങ്സ്റ്റേഴ്സ് നമ്മൾ ഇടയിൽ നടക്കുന്ന ഒരു വാറും അതിനിടയിൽ സമ്പത്ത് പെട്ടു പോകുന്നതും അവിടുന്ന് എങ്ങനെ സമ്പത്ത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനിടയിൽ വന്നുകൊണ്ട് സൈഡ് ക്യാരക്ടേഴ്സും അവരുടെ എന്താ പറയുക ഗോൾ നടന്നു എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. സോ ഇത്ര ഉള്ള കാര്യമാണ്. നിങ്ങൾ കാണുക, പരമാവധി ഞാൻ സ്പോയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാണുക, കണ്ട് മനസ്സിലാക്കുക സിനിമ. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലേഴ്സ് ആണ്. സീരിയൽ കില്ലിംഗ് അല്ല, ഇത് ഇൻവെസ്റ്റിഗേറ്റീവ്, അതായത് കേസ് അന്വേഷണം. അതിപ്പോ കൊലപാതകം തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ, വേറെ എന്തും ടൈപ്പ് ആവാം. അപ്പൊ അങ്ങനത്തെ ടൈപ്പിൽ വരുന്ന കാറ്റഗറി, അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് പറയാൻ പോകുന്നത്, ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലേഴ്സ്. അതില് ഗോകുവിന്റെ ഫസ്റ്റത്തെ പടം. ഇപ്പൊ നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിൽ ആദ്യം പറഞ്ഞ ഷെർലോക്കിന്റെ മുഖമായിരിക്കും. കാരണം ഷെർലോക്കാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഓരോന്നിങ്ങനെ. അപ്പൊ നമ്മളൊരു ഇന്ത്യൻ ഷെർലോക്ക്, അത് പണ്ടത്തെ കാലത്താണ് ഷെർലോക്കിന്റെ. അപ്പൊ പുള്ളി ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അതാണ് ഈ സിനിമ മിഷ്കിൻ പറഞ്ഞത്. സിനിമയുടെ പേര് ഇപ്പൊ തന്നെ ലൈക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉപ്പരുവാൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ 2017 ഇറങ്ങിയ വിശാലിന്റെ സിനിമയാണ്. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി എന്ന് വെച്ചാൽ മറ്റേ കറക്റ്റ് ഷെർലോക്കിനെ പോലെ തന്നെയാണ്. വെച്ചാൽ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കേസ് തെളിയിക്കുന്നതാണ്. പറയുന്നത് പോയിന്റ്സ് പറയുന്നത് നല്ല രസമായിട്ടാണ്. ഇത് സ്റ്റോറി കൊടുക്കുന്നത് വെച്ചാൽ ഒരു കൊച്ചിന്റെ പട്ടി മരിക്കും. ആ പട്ടി മരിച്ചത് എന്താണെന്ന് കൊച്ചിനെ അറിയാൻ വേണ്ടി ആ കൊച്ചു വരുന്നതാണ്. എന്നിട്ട് ആ കൊച്ചു ശേഖരിച്ച കുറച്ച് കാശ് കൊടുത്തിട്ട് അന്വേഷിക്കാൻ പറയും. അപ്പൊ പുള്ളി ആ ഒരു ഇതില് ഇൻട്രസ്റ്റിൽ തുടങ്ങണാണ്. പക്ഷെ ഒരു പട്ടിയുടെ മരണത്തിൽ നിന്ന് ഒരാളുടെ മരണവും പിന്നെ അതിൽ നിന്ന് പിന്നെയും റിവീൽ ചെയ്ത് അത് കേസ് റിവീൽ ചെയ്യണ രസമുണ്ട്. നല്ല രസമായിട്ട് അത് ചെയ്യുന്നത്. അപ്പോ ഈ സിനിമ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യും. കാരണം ഇത് ഇപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ കാണാനായിട്ട് നല്ലൊരു എൻഗേജഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഇത് കണ്ടു നല്ലൊരു സിനിമയാണ്. സോറോയുടെ സിനിമ ഏതാണ് പറയാൻ? എന്റെ സിനിമ എന്ന് പറയുന്നത് 2014 വന്നാണ്. ഡയറക്ടറിന്റെ പേര് ഞാൻ ഓർക്കണില്ല കറക്റ്റ് ആയിട്ട്. തെഗിടി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. ആ സമയത്ത് എനിക്ക് 2014 പറയുമ്പോൾ ഇങ്ങനെയെങ്കിലും കുറെ ക്രൈം മൂവീസ് അല്ലെങ്കിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള മൂവീസ് കാണാനുള്ള ഭ്രാന്തി നടക്കായിരുന്നു നമ്മള്. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് കിട്ടിയ റാൻഡമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് തെഗിടി എന്ന് പറഞ്ഞ മൂവി. അതായത് നമ്മളിപ്പോ എന്താ പറയാ, നീറ്റായിട്ട് ഒരു ത്രില്ലർ എന്ന് പറയില്ലേ, അതാണ്. നമുക്കൊരു ചെറിയ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് അതിൽ കയറി പറ്റാൻ പോലും ഒരു ചെറിയ ലൂപ്പ് ഹോൾ ഇല്ലാത്തൊരു സിനിമയാണ്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളി. അശോക് സെൽവനാണ് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയുടെ തുടക്കകാലത്തുള്ള ഒരു സിനിമയാണ്. നല്ല മറ്റേ സുതുങ്കാവില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന സിനിമയെന്ന് തോന്നുന്നു. ഒരു ഇൻഷുറൻസ്, ഒരു ക്രിമിനോളജി പഠിച്ചൊരു പയ്യൻ, അവൻ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഏജന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫ്രോഡ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു CID പോലെ പുള്ളി CID ഒരു ഓഫീസ് ഇട്ടിട്ട് പുള്ളിനെ അവിടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നിർത്തനാണ്. അപ്പൊ പുള്ളി ഓരോ കേസ് അന്വേഷിച്ച്, അതായത് ഓരോ ഇൻഷുറൻസ് ഏജന്റ് ഓരോ ഇൻഷുറൻസ് എടുത്ത ആൾക്കാരെ കേസ് അന്വേഷിച്ച് പോകുന്നതാണ്. എന്നിട്ട് ഇവരെ കുറിച്ച് അന്വേഷിച്ച് പുള്ളി ഓരോ ലീഡ് കിട്ടിയിട്ട് ഇത് പോയി ഓഫീസിൽ അറിയിക്കും. ഇത് ഓഫീസിൽ അറിയിച്ചിട്ട് പുള്ളി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഈ പുള്ളി അറിയിക്കുന്ന ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കഥ. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ മരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിട്ട് പുള്ളി തിരിച്ചു റാൻഡമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം പുള്ളിക്ക് ഇത് എന്തുകൊണ്ടാന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഡെയിലി പോകുന്ന ഓഫീസിലേക്ക് ചെല്ലുമ്പോ അവിടെ അങ്ങനെ ഒരു ഓഫീസ് ഇല്ല, അവിടെ ഒരു മതില്, അങ്ങനെ ഒരു ഓഫീസ് ഇല്ല. അവിടെ അവൻ ആ ഓഫീസിൽ പോകുമ്പോഴേക്കും എല്ലാവരോടും ചോദിക്കും, അവർക്ക് ആർക്കും അറിയില്ല ഒരു ഓഫീസ് ഉള്ളത്. അങ്ങനെ ഒരു ഓഫീസിൽ അവൻ ഉണ്ടായിരുന്നു പോലും അവനിക്ക് ആരും പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൻ ഈ കേസ് കൊണ്ടുവരുന്നുണ്ട്, പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ആ കേസ് അവൻ തെളിയിക്കുന്നതാണ് സിനിമ. ഓരോ ലൂക്കാൻ പോണില്ല, അത് വെച്ചിട്ട് പുള്ളി നീറ്റായിട്ട് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, ഒരു തെളിവുകൾ എടുത്തിട്ട് ആ തെളിവുകളിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ വരുന്നു, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ട്രസ് ജെനിനി എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസാണ്. പുള്ളിക്കാരത്തേക്ക് വലിയ റോളില്ല പടത്തിൽ. ത്രൂ ഔട്ട് അശോക് സെൽവന്റെ കഥയാണ്. വെട്രി എന്നാണ് ക്യാരക്ടറിന്റെ വരുന്നത്. വെട്രി എന്ന് പറഞ്ഞ പുള്ളി ആ ക്യാരക്ടറിന്റെ കഥയാണ്. പുള്ളി ഇങ്ങനെ റിവീൽ ചെയ്ത് ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് വരും. ഒരു 2-3 സെക്കൻഡ് ഉണ്ടാവുള്ള ട്വിസ്റ്റ്. നമ്മൾ പറയുന്ന പോകും. നമ്മുടെ എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, ഡെനിവിലിന്റെ എനിമി എന്ന് പറഞ്ഞ സിനിമ അതിലൊരു ക്ലൈമാക്സ്, അതായത് ചെറിയ ട്വിസ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലൈമാക്സ് ഒക്കെ ഒരു 10 സെക്കൻഡിൽ ആ പടത്തിലേതാ ഒരു 2 സെക്കൻഡിലാണ് ട്വിസ്റ്റ് കിടക്കുന്നത്. 2 സെക്കൻഡ് നമ്മൾ കണ്ണൊന്നും അടിച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ ഇതിലൊരു 10 സെക്കൻഡ് ഒരു സാധനം കിടപ്പുണ്ട്. അത് കാണാൻ വേണ്ടി മാത്രം ത്രൂ ഔട്ട് എപ്പോഴും ഞാൻ ഈ സിനിമ വീണ്ടും റീവാച്ച് ചെയ്യാറുണ്ട്. സോ ഇതാണ് എന്റെ ഈ കാറ്റഗറിയിലും. പിന്നെ ഈ വീഡിയോയിലെ ലാസ്റ്റത്തെ സിനിമ എന്ന് പറയുന്നത് തെഗിടിയാണ്. 2014 ഇറങ്ങിയ തെഗിടി. സോ ഇതോടെ ഞങ്ങളുടെ വീഡിയോ നിർത്തുകയാണ്. ഇതിൽ കൂടുതൽ മൂവീസ് ഉണ്ട്. എപ്പോഴും പറയുന്ന പോലെ ഇതിൽ കൂടുതൽ ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് പറയാനുള്ള സമയപരിമിതി
ഇല്ലാത്ത ആയതുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ബൈ.